എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ തലേന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഫേസ് നമുക്കൊന്ന് ഷേവ് ചെയ്യാം. സാധാ ബ്ലേഡൊന്നും യൂസ് ചെയ്തിട്ട് ഒരിക്കലും ഫേസിൽ ഷേവ് ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് ഫേഷ്യൽ റൈസർ ഉണ്ട്, ഗേൾസിന് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ കാണിച്ചു തരാം, അതാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഫസ്റ്റ് മുടി കെട്ടി വെക്കാം. ഫേസ് ഷേവ് ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും അലവേറ ജെല്ലോ അതുപോലെ പൗഡറോ, ഞാനിന്ന് അപ്ലൈ ചെയ്യുന്നത് ടോണറാണ്. എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് വേണം ഫേസ് ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനൊരു വീഡിയോ എടുക്കാൻ തുടങ്ങിയാൽ ആരെങ്കിലും വരും, അത് ഇവിടുത്തെ പ്രത്യേകതയാണ്. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഞാൻ ടോണർ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഫേസ് ഷേവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. ഓക്കെ, ഡയറക്റ്റായിട്ട് ഫേസ് ഷേവ് ചെയ്യാതിരിക്കും. അതിന് ശേഷം ഞാൻ ചെയ്യേണ്ടത്, നമ്മുടെ ഹെയർ ഏത് ഭാഗത്താണോ കൂർത്ത മൊന പോലെ നിൽക്കുന്നത് ആ ഭാഗം നമ്മൾ ഷേവ് ചെയ്യാൻ നോക്കാം. ഇപ്പം ഞാൻ കൂർത്ത ഭാഗത്തേക്കല്ല ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് ബാക്കി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വീണ്ടും ചെയ്തു. അപ്പോൾ കറക്റ്റായി. ഇതുപോലൊരു ടിഷ്യൂ യൂസ് ചെയ്തിട്ട് തുറത്തിക്കളയാം എക്സ്ട്രാ വന്നത്, അല്ലെങ്കിൽ ഒരു കോട്ടൺ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഡയറക്ഷനൊക്കെ എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല, ഹെയർ റിമൂവ് ആയാൽ മതി. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുഖം മുറിയാതെ നോക്കുക. ഇത് ഞാൻ 2-3 പ്രാവശ്യം യൂസ് ചെയ്ത ബ്ലേഡാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും മുറിയുന്നില്ല. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ പിടിച്ചിട്ട് വേണം ഫേസ് ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ? അപ്പോൾ ഞാൻ കുറേ ആയി ഇപ്പോൾ ഫേസ് ഷേവ് ചെയ്യാതെ. എനിക്ക് എവിടെയെങ്കിലും അങ്ങനെ പോകാനില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. എവിടെയെങ്കിലും പോകുന്നതിൻ്റെ ഒരു ദിവസം മുമ്പോ തലേന്നോ ചെയ്യാം. ആ ദിവസം ചെയ്യാതിരിക്കാം, കാരണം പെട്ടെന്നോ മറ്റും മുറിഞ്ഞാലോ. ഓക്കെ, ഫ്ലിപ്കാർട്ട്, മീഷോ ഇവിടെ ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് ഫേഷ്യൽ റൈസർ. ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരെണ്ണം കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് മേക്കപ്പ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, ഫേഷ്യലൊന്നും ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ചെയ്യാം. ഇതുപോലെ ചെയ്തിട്ട് ഫേസ് നല്ലപോലെ കഴുകി സോപ്പോ ഫേസ് വാഷോ യൂസ് ചെയ്തിട്ട് നല്ലപോലെ മസാജ് ചെയ്തിട്ട് കഴുകി ഒരു ഐസ് കൊണ്ടൊക്കെ മസാജ് ചെയ്ത് കൊടുത്താൽ തന്നെ മതിയാവും. നല്ലപോലെ മുഖം വെട്ടി തിളങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു മേക്കപ്പും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പറ്റുമെങ്കിൽ ഐബ്രോ ഫില്ല് ചെയ്തോളൂ. പിന്നെ കൺമഷി, ലിപ്സ്റ്റിക്ക് ഇതൊക്കെ സാധാരണ ഇടുമല്ലോ നിങ്ങൾ, അങ്ങനെ ചെയ്യാം. എനിക്ക് അധികം ഉള്ളതാണ് ഈ മീശയും തടിയും. അതൊരു ഒരാഴ്ചയിൽ എനിക്ക് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ വീണ്ടും വരും. എക്സ്ട്രാ ഒരുപാടൊന്നും അങ്ങനെ കാട് പോലെ വരില്ല കേട്ടോ, നമുക്കുള്ളതുപോലെ വരുള്ളൂ. പക്ഷെ പെട്ടെന്ന് വരും, അതാണ് ഒരു പ്രശ്നം. അത് നമ്മൾ റേസർ യൂസ് ചെയ്യുന്നത് കൊണ്ടല്ല. ഓക്കെ, യൂസ് ചെയ്താലും യൂസ് ചെയ്തില്ലെങ്കിലും വരും. പിന്നെ യൂസ് ചെയ്താൽ പിന്നെ വീണ്ടും പഴയതുപോലെ ആവും, അത്രയേ ഉള്ളൂ. നെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു, കാരണം എനിക്ക് ത്രെഡ് ചെയ്യാൻ പോകാനുണ്ട്. പിന്നെയാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്, അപ്പോൾ തന്നെ ഞാൻ നിർത്തി. നിങ്ങൾ നെറ്റിയിൽ മൊത്തം ഫേസ് ഷേവ് ചെയ്യുക. ത്രെഡ് ചെയ്യുമ്പോൾ എനിക്ക് നെറ്റി ഭാഗം നല്ല ക്ലിയറാവും. അപ്പോൾ പിന്നെ ഞാൻ അപ്പം തന്നെ നിർത്തി. മൂക്കിൻ്റെ അടുത്തും എല്ലാം നല്ലപോലെ ഷേവ് ചെയ്ത് എടുക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക. ഫേസ് നല്ല സോഫ്റ്റാവും, ക്ലിയറാവും, അടിപൊളിയായിരിക്കും ഫേസ്. ഓക്കെ, എന്നിട്ട് നല്ല പൊങ്ങി തുടച്ചെടുക്കുക, മുഖം കഴുകുക, ഫേസ് കൊണ്ട് മസാജ് ചെയ്യുക. സൂപ്പറായിരിക്കും ഫേസ്. എല്ലാവരും ചോദിക്കും, മേക്കപ്പ് ഇല്ലാത്ത സുന്ദരിയോ? മേക്കപ്പ് പോലും ഇട്ടിട്ടില്ല, എന്നിട്ട് എന്തൊരു ഭംഗിയാണ് കാണാൻ കൊച്ചിനെ, അല്ലേ? അങ്ങനെ പറയും. അങ്ങനെ പറയാനാണല്ലോ എല്ലാവരുടെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ തന്നെ പറയും ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ ട്രൈ ചെയ്യുക. ഓക്കെ, ടാറ്റാ.